ഇന്നത്തെ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടേണ്ട എല്ലാ പവറും എല്ലാ എനർജിയും ലഭിക്കുന്ന നല്ലൊരു മെഡിറ്റേഷന് ശേഷം നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം അതിനു മുന്നേയായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിമ്യ, തലശ്ശേരിക്കടുത്ത് കോളയാടാണ് എൻ്റെ സ്ഥലം. പിന്നെ ഇന്ന് നമ്മൾ ഈ ഒരു അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇന്നത്തെ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. അപ്പം അതൊക്കെ മറന്നു പോകാതെ നമ്മുടെ മെമ്മറിയിൽ തന്നെ വെച്ചാൽ നാളത്തെ CEP-യിൽ വേറൊരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മളതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അപ്പം ഇന്ന് നമുക്ക് എന്താ പറയണേ, നമുക്ക് ഇന്നത്തെ ഈ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തുന്നത് വെൽനസിന്റെ ഗുരു എന്നറിയപ്പെടുന്ന നമുക്ക് എന്താ പറയണ്ടേ, നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാലു സാറാണ്. അപ്പം ബാലു സാറിനെ ഈ ഒരു വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാലു സാർ. Okay. Thank you very much, Jimia. Beautifully introduced. Thank you very much. So first of all, I welcome each and everyone participating in this Elite Zoom program. Welcome. എല്ലാവർക്കും ശക്തമായിട്ടുള്ള മഴയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്, ഇടവപ്പാതി തുടങ്ങി. ഏതായാലും നമ്മള് ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. നിരവധി ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ടോട്ടൽ ചേഞ്ചസ് വരാൻ വേണ്ടിയുള്ള ആശയങ്ങൾ, അതുമാതിരി തന്നെ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ no doubt we will be totally a different person ആവുന്നുള്ളതിനൊന്നും സംശയം വേണ്ട. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ വിന്നിംഗ് ടീമിന്റെ ഈ രാവിലത്തെ CEP പ്രോഗ്രാം. സോ ഇന്നത്തെ വിഷയത്തിലോട്ട് ഞാൻ കടക്കാം. മൈൻഡ് പവറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് കഠിനമായിട്ട് ഫിസിക്കലായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാ വിജയം നേടാൻ സാധിക്കും എന്നാണ് പലവരുടെയും ധാരണ. പക്ഷെ അതല്ല എന്നുള്ളതാണ് വാസ്തവം. ഫിസിക്കൽ പവറിനേക്കാൾ വളരെയധികം പവർഫുൾ ആണ് നമ്മുടെ മൈൻഡ് പവർ. നമ്മുടെ മനസ്സിന്റെ ശക്തി, മനസ്സിന്റെ അപാര ശക്തി നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ഏർപ്പെടുന്ന ഏത് ബിസിനസ്സിലായാലും ശരി, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലായാലും ശരി, അതിന്റെ പ്രായോഗിക വശമൊന്ന് മനസ്സിലാക്കിയാൽ അത് ഗുണം ചെയ്യുന്നു, നല്ല രീതിയിൽ ഗുണം ചെയ്യും. അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ്. അതാണ് ഫിസിക്കൽ പ്ലെയിൻ അല്ല, മെന്റൽ പ്ലെയിൻ ആണ് അത് നമ്മളെ വിജയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്നാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രാധാന്യം. വിഷയം അതാണ്. അത് ആ മെന്റൽ പവർ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഹാവിങ് ദിസ് പവർ. നമ്മുടെ ഈ യൂണിവേഴ്സിനെ കുറിച്ചൊന്നും അറിയണം, ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പൊ ഈ യൂണിവേഴ്സ് എന്താണ്? യൂണിവേഴ്സിനൊരു മൈൻഡ് ഉണ്ട്. അതിന്റെ പേരാണ് പ്രപഞ്ച മനസ്സെന്ന് പറയും, യൂണിവേഴ്സൽ മൈൻഡ്. നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റ്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അച്ചുതണ്ടിൽ 6400 കിലോമീറ്റർ വേഗത്തിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. ഭൂമി ഇങ്ങനെ അതിന്റെ അച്ചുതണ്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. 6400 കിലോമീറ്റർ വേഗത്തിൽ ചുറ്റിക്കൊണ്ട് 64,000 കിലോമീറ്റർ വേഗത്തിൽ 64,000 കിലോമീറ്റർ വേഗത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്.
അത് മാത്രമല്ല മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ഈ ശൂന്യാകാശത്ത് ആകാശത്ത് ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു പരസ്പര ആകർഷണം കൊണ്ടാണ്. ഈച്ച് ആൻഡ് എവറി പ്ലാനറ്റ് അട്രാക്ട്സ് ഈച്ച് അതർ. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ടെങ്കിലും അത് പരസ്പരം ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ട് ചില നിയമങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന നമ്മളെയൊക്കെ പാലിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, നമ്മളൊക്കെ ആദരിക്കുന്ന, നമ്മളൊക്കെ ആചരിക്കുന്ന ഒരു ഭരണഘടന ഉണ്ടല്ലോ. അതുപോലെ തന്നെ IPC എന്ന് പറയും, ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ കോഡ്. ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ച നിയമ വ്യവസ്ഥകളാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇതുമാതിരി പ്രപഞ്ചത്തിന്റെ നിയമം, ദ യൂണിവേഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ലോസ്, നിയമങ്ങൾ ഉണ്ട്. എന്തൊക്കെ അതിന് വേണമെങ്കിൽ 10 കൽപ്പനകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ ലോ ഓഫ് അട്രാക്ഷൻ, അതൊരു നിയമമാണ്. ദ ലോ ഓഫ് വൈബ്രേഷൻ, ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, ദ ലോ ഓഫ് ആക്ഷൻ. ന്യൂട്ടൺസ് ലോ പറഞ്ഞല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ ലോ ഓഫ് ആക്ഷനിൽ വരുന്നതാണ്. ദ ലോ ഓഫ് കോമ്പൻസേഷൻ. എന്താ ലോ ഓഫ് കോമ്പൻസേഷൻ? നമ്മൾ എന്താണ് അങ്ങോട്ട് ചെയ്യുന്നത് അതിന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്, കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ്. ദ ലോ ഓഫ് റിതം. ഇവിടെ ഒരു നിയമം, ഒരു താളം ഉണ്ട് എല്ലാത്തിനും. ഈ ഭൂമിയൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ ഈ പ്രപഞ്ചം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു താളത്തിലാണ്. There is a rhythm. The law of gender. ഈവൻ ഊർജത്തിന് പോലും ജെൻഡർ മീൻസ് പുരുഷനും സ്ത്രീയും. ജെൻഡർ, അതായത് ഊർജത്തിന് പോലും ഈ ജെൻഡർ ഉണ്ടതാണ്, ജെൻഡർ. അപ്പോ എനിക്ക് കഫത്തിന്റെ സ്വല്പം പ്രോബ്ലം ഉണ്ട്. ഞാൻ ചൂടുവെള്ളം ഞാൻ കഴിക്കും. എക്സ്ക്യൂസ് മീ. ദ ലോ ഓഫ് ജെൻഡർ. ഊർജം പോലും സ്ത്രൈണ ഊർജവും പുരുഷ ഊർജവും ഉണ്ടെന്ന് പറയുന്നത്. ദ ലോ ഓഫ് കറസ്പോണ്ടൻസ്. ഇതൊരു നിയമമാണ്, ലോ ഓഫ് കറസ്പോണ്ടൻസ്. ദ ലോ ഓഫ് റിലേറ്റിവിറ്റി. ആൻഡ് ദ ലാസ്റ്റ്, ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദ ഡിവൈൻ വൺനെസ്. അങ്ങനെ ഒരു നിയമം. ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എല്ലാം മനുഷ്യനെ ബാധിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. നമ്മൾ അറിയുന്നില്ല, ബട്ട് ഇറ്റ് എഫക്ട്സ് us, നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സ് എന്ന ഇന്ദ്രിയത്തിലൂടെയാണ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിൽ വി ഹാവ് എ മൈൻഡ് എന്നതാണ്. നമ്മുടെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിലൂടെയാണ് ഈ പ്രപഞ്ച നിയമങ്ങളിലൊക്കെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിനെ കുറിച്ച് പഠിക്കണം. മനസ്സിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലൂടെ വരുന്ന ഈ പ്രാപഞ്ചിക നിയമങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ മനസ്സിനെ കുറിച്ച് അറിയാവുന്നതാണ്. ഈ പ്രാപഞ്ചിക നിയമങ്ങളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. നമ്മൾ വിജയിക്കണമെങ്കിൽ അതൊക്കെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. മൈൻഡ് ഈസ് എ ഇൻവിസിബിൾ ഹ്യൂമൻ ഓർഗൻ. നമുക്ക് ആർക്കും മനസ്സിനെ കാണാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല മനസ്സിന്റെ എവിടെയാണ്. മനസ്സ് എവിടെ ഇരിക്കണമെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. എല്ലാ സെല്ലുകളിലും ഉണ്ടെന്നാണ് ഇപ്പൊ പഠനങ്ങൾ പറയുന്നത്. എവറി സെൽ ഹാസ് എ ഹ്യൂമൻ മൈൻഡ് എന്നതാണ്. അതെങ്ങനെ ശരിയാവും ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. നമ്മൾ ജനിച്ചു വീഴുന്ന അമ്മയുടെ ഗർഭപാത്രത്തിലെ പുരുഷ ബീജവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവുന്ന ആദ്യത്തെ സെല്ല്, ഫസ്റ്റ് സെൽ, സൈഗോട്ട് എന്ന അതിന്റെ പേര്. ആ സെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു ആന്റന ഉണ്ട്, ഒരു പ്രൊജക്ഷനും. ഈ ആന്റന പ്രപഞ്ച മനസ്സിനെ അതിലോട്ട് ആകർഷിക്കപ്പെടും. ആ പ്രപഞ്ച മനസ്സ് ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെല്ലുകൾ ഇങ്ങനെ വിഭജിക്കലാണ്. അതിങ്ങനെ വിഭജിച്ച്
കോടാനുകോടി സെല്ല്, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽസ് രൂപപ്പെടും. അങ്ങനെയാണ് മനുഷ്യന്റെ ഈ ആകൃതി, ഈ ശരീരം നമുക്ക് ലഭിക്കുന്നത് ആ ഒറ്റ സെല്ലിലാണ്. ആ ഒറ്റ സെല്ലില് പ്രപഞ്ച മനസ്സ് വന്ന് കയറുമ്പോ അത് ഹ്യൂമൻ മൈൻഡായിട്ട് മാറും. ആ ഹ്യൂമൻ മൈൻഡ് വിഭജിച്ച് കോടാനുകൂടി സെല്ലുകളിലും മനുഷ്യ മനസ്സുണ്ട് എന്ന് ഇന്ന് ഗവേഷണ ഫലം പറയുന്നു. അതൊരു വലിയ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു കിട്ടും, നമ്മുടെ എല്ലാ സെല്ലിലും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ പഠന വിഷയം വന്നപ്പോ ശാസ്ത്രജ്ഞന്മാർ വളരെ എതിർത്തു ഇതിനെക്കുറിച്ച്. അതൊന്നും സംഭവിക്കില്ല, അതെങ്ങനെ സംഭവിക്കാനാണ്. പക്ഷെ പിന്നീട് വന്ന സംഭവ വികാസങ്ങൾ, ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അമേരിക്കയിൽ നടന്ന സംഭവമാണ്. ഒരു മധ്യവയസ്കൻ അദ്ദേഹത്തിന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് ഡോക്ടേഴ്സ് ഒക്കെ തീരുമാനിച്ചു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ളത്. നല്ലൊരു ഹാർട്ട് കിട്ടാൻ വേണ്ടി അത് അവർ കാത്തിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റില് അദ്ദേഹത്തിന്റെ കുടുംബസഹിതം ആംബുലൻസിൽ അവിടെ വരുന്നത്. അവിടെ വന്ന് ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു. അപ്പോൾ അത് ഡോക്ടറുടെ പരിശോധനയൊക്കെ കഴിഞ്ഞു. ഡോക്ടേഴ്സ് ഈ മരണപ്പെട്ട യുവാവിന്റെ പാരന്റ്സിനോട് ചോദിച്ചു, ഏതായാലും നിങ്ങളുടെ മകൻ മരിച്ചില്ലേ, അവന്റെ ഹാർട്ട് വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അങ്ങനെയെങ്കിലും അവൻ ജീവിച്ചോട്ടെ. അപ്പോ അവരുടെ പാരന്റ്സ് പറഞ്ഞു, നല്ല കാര്യമാണ്, കാരണം വിഷമമുണ്ട് നമുക്ക്, എങ്കിലും അവന്റെ ഹൃദയമെങ്കിലും ഈ ഭൂമിയിൽ വീണ്ടും ജീവിക്കുമല്ലോ, നമുക്ക് സമ്മതമാണ്. അങ്ങനെ അവര് അതിന് സമ്മതിച്ചു. ഈ മധ്യവയസ്കന് വേണ്ടി ഈ ചെറുപ്പക്കാരന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, രണ്ടാമത് ഘടിപ്പിച്ചു. അദ്ദേഹത്തിന് 10-65 ദിവസം കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി ആ മധ്യവയസ്കനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ രാവിലെ തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കോഴിയിറച്ചിയില്ലേ? അവർക്ക് വലിയ സന്തോഷമായി. 10-60 ദിവസം 70 ദിവസം ആശുപത്രി കിടന്ന് നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. അച്ഛൻ വന്ന് കോഴിയിറച്ചി ചോദിച്ചു കഴിക്കാൻ, അവരെല്ലാം റെഡിയായി കൊടുത്തു. ഉച്ചയ്ക്ക് ലഞ്ചിനിരിക്കുമ്പോഴും അദ്ദേഹം ചോദിച്ചു, കോഴിയിറച്ചിയില്ലേ? അപ്പോഴും അവർ കൊടുത്തു. രാത്രി ഡിന്നറിന് അദ്ദേഹം ഇരിക്കുമ്പോഴും അദ്ദേഹം വീണ്ടും ചോദിച്ചു, കോഴിയിറച്ചിയില്ലേ എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹം ഈ കോഴിയിറച്ചിയൊന്നും അധികം കഴിയും. വത്സിനെ ബ്ലൂമും ഈ ടേക്ക് അത്രേ ഉള്ളൂ. അത്ര താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നും അല്ല കോഴിയിറച്ചി. പക്ഷെ അദ്ദേഹം ഈ 3 നേരം ചോദിച്ചപ്പോഴും അവർക്ക് സംശയമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആശുപത്രിയിൽ 10-60 ദിവസം ഭക്ഷണം നേരെ ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്ന് അദ്ദേഹം ചോദിച്ചത് എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിന് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, കോഴിയിറച്ചില്ലേ എന്ന്. ഇത് അവരെ അതിശയിപ്പിച്ചു. ഇങ്ങനെ അച്ഛൻ ചോദിക്കാറില്ലല്ലോ. ഉടനെ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലില് ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഡോക്ടറോട് ചോദിച്ചു, അത് അച്ഛൻ ഇങ്ങനെ കോഴിയിറച്ചിയൊന്നും അങ്ങനെ കഴിക്കാത്തൊരു വ്യക്തിയാണ്, ഇന്നലെ 3 നേരം ആവശ്യപ്പെട്ടു വേണം എന്നുള്ളത്. ഇതാ ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇങ്ങനൊരു സ്വഭാവം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിന് സംശയമായി. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മരിച്ച കുട്ടിയുടെ, അതായത് ഇദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ മരണപ്പെട്ട യുവാവിന്റെ ഹൃദയം തന്ന ആ യുവാവിന്റെ പാരന്റ്സിനെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ മരിച്ച കുട്ടിയുടെ സ്വഭാവ രീതി എന്താണ്, ഭക്ഷണ രീതി എന്താണ്? അപ്പൊ പാരന്റ്സ് പറഞ്ഞു, അത് പറയാൻ ഞങ്ങൾ മറന്നുപോയി, അവന് 3 നേരം കോഴിയിറച്ചി വേണം. 3 നേരം കോഴിയിറച്ചി വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോ വേറൊരു വ്യക്തിയിൽ വെച്ചപ്പോ ആ മരിച്ച യുവാവിന്റെ സ്വഭാവം ആ ഹാർട്ട് വെച്ച വ്യക്തികൾ വരണമെങ്കിൽ
ആ ഹാർട്ടിൽ ആരുടെ മനസ്സാണ് ഉള്ളത്? ഹാർട്ടിൽ മനസ്സുണ്ടോ? ആരുടെ മനസ്സുണ്ടെങ്കിൽ അത് ആരുടെ മനസ്സാണ്? മരിച്ച യുവാവിന്റെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എവറി സെൽ ഹാസ് എ മൈൻഡ്. എവറി സെൽ ഹാസ് എ മൈൻഡ്. അപ്പൊ ഈവൻ ദോ മൈൻഡ് ഈസ് ഇൻവിസിബിൾ, കാണാൻ പറ്റൂലെങ്കിലും അത് പ്രവർത്തിക്കുന്നത് മുഴുവൻ ഈ ഓരോ സെല്ലുകളിലും മനസ്സുണ്ട്. ആ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മനസ്സിന്റെ പ്രവർത്തന രീതി അനുസരിച്ച് നമ്മുടെ പ്രവർത്തനം, ഫിസിക്കൽ ആക്ഷൻസും മൈൻഡ് ഈസ് എ ഇൻവിസിബിൾ വൺ. എങ്ങനെയാ മൈൻഡ്? അപ്പം മൈൻഡ് ഈസ് 3 തലമുണ്ട്. ഒന്നൊരു കോൺഷ്യസ് മൈൻഡാണ്, 2 സബ് കോൺഷ്യസ് മൈൻഡാണ്, പിന്നെ ഒരു സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. കോൺഷ്യസ് മൈൻഡ്, ഈ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, പ്രപഞ്ച മനസ്സ്, ഇതാണ് അതിന്റെ മലയാളത്തിന്റെ വേർഷൻ. അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബോധ മനസ്സ്, അത് ആക്റ്റീവ് ഓൺലി ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. നമ്മുടെ ഈ ബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രവർത്തന സമയത്ത് മാത്രം അത് പ്രവർത്തിക്കുന്നു. കോൺഷ്യസ് മൈൻഡ് ഭക്ഷണം കഴിക്കുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, നാം നടക്കുകയാണെങ്കിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എത്തുമ്പോൾ, സബ് കോൺഷ്യസ് മൈൻഡ് എന്താ? ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ വൈറ്റൽ ഫങ്ഷൻസ്. നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിന് നിയന്ത്രണവും ആരാ? ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മനസ്സാണ്. അതിന്റെ നമ്മൾ ശ്വാസം എടുക്കുന്നില്ലേ? ഈ ശ്വാസം എടുക്കുന്നതിൽ കോൺഷ്യസ് മൈൻഡിനൊന്നും ഒരു ആക്ഷനും ഇല്ല, ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് ഇറ്റ് കൺട്രോൾസ് സബ് കോൺഷ്യസ് മൈൻഡാണ് അത് കൺട്രോൾ ചെയ്യണം. ബ്രീത്ത് ചെയ്യും, ശ്വാസം. അതുമാതിരി തന്നെ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ബോധ മനസ്സിന് ഒരു നിയന്ത്രണം ഇല്ലായിരുന്നു. ബട്ട് സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾസ് ഇറ്റ്. ഡൈജഷൻ, ദഹനം, ബോഡിയുടെ ഇന്റലിജൻസ്. നമുക്ക് ബോഡിക്ക് ഇന്റലിജൻസ്, ബോഡി ഹാസ് എൻ ഇന്റലിജൻസ്, ഇറ്റ്സ് ഓൺ ഇന്റലിജൻസ്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസിന് വേറെ ഒന്നുണ്ട്, ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് എവറിത്തിങ്. അതെല്ലാം ഈ സബ് കോൺഷ്യസിന്റെ റെക്കോർഡ് ചെയ്യാനുള്ള പവർ. അതൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ആയുസ്സിൽ മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളതാണ്. അല്ലേ? അല്ലേ? ഹലോ, ഹലോ. കേൾക്കാം സാർ. ഓക്കെ. കാരണം നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എനിവേ, അപ്പോ ഇത് നമ്മുടെ റൈറ്റ് ഫ്രം ദ വൂംബ്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തില് നമ്മൾ രൂപപ്പെടുന്ന ആ സമയം മുതൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നോ അതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിക്കാൻ പറ്റുമോ? വാട്ട് എവർ ദ തിങ്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് ഫ്രം ദ വൂംബ്, അമ്മയുടെ ഗർഭപാത്രം മുതൽ, അത് ഇറ്റ്സ് മെമ്മറി ഈസ് പെർഫെക്റ്റ്. അതാണ്
ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റ് ആണ്. ദർ ഇസ് നത്തിങ് റോങ്. ഇറ്റ് ഫോർഗെറ്റ്സ് നത്തിങ്. ഒന്നും മറക്കില്ല, ഒരു കാര്യം മറക്കില്ല. ഈവൻ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യം, സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യം പ്രോഗ്രാം പോലും സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റെക്കോർഡിൽ അത് ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ പലരും ചിന്തിക്കേണ്ടത്. ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ സന്തോഷം, ആഹ്ലാദം എന്നൊക്കെ പറയുന്ന അതുണ്ടല്ലോ, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഒരാൾ വളരെ കൂളായി അത് ഫേസ് ചെയ്യും, മറ്റേ ആൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അയാൾ ഫ്രസ്ട്രേറ്റഡ് അല്ല, അയാൾ സംശയം. ഒരു മാസം നമ്മുടെ വരുമാനം കുറഞ്ഞു, രണ്ടുപേരും റിയാക്ഷൻ ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലാണ്. സാരമല്ല, ഈ മാസം ബിസിനസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ സിറ്റുവേഷൻസ് നമുക്ക് അനുകൂലമല്ല, അടുത്ത മാസം ശരിയാവും, അയാൾക്ക് അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മറ്റേ ആൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. എല്ലാം പോയില്ലേ, ഇനി എന്താ ഞാൻ ചെയ്യുന്നത്? ഈ സിറ്റുവേഷൻ ഒരാൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ്, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഓരോ വ്യക്തികളെ ബാധിക്കുന്നത്. ഇതില് ഈ കുഞ്ഞുങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ പെട്ടെന്ന് പ്രിന്റ് ചെയ്യും. അവർക്ക് പ്രീ ഡിസ്പോസ്ഡ് പ്രോഗ്രാംസ് ആയിട്ട് പുറത്തു വരും. ചെറിയ കുട്ടികളിൽ, അല്ല കുട്ടികൾ മുതലുള്ള കാലത്ത് ഇങ്ങനെ നടക്കുന്ന ചില സംഭവങ്ങൾ അത് പ്രിന്റ് ചെയ്താല് പിന്നെ അവരിൽ വരുന്ന പ്രീ ഡിസ്പോസ്ഡ് പ്രോഗ്രാം ആയിട്ട് പുറത്തേക്ക് വരും. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. സൈക്കോ സൈബർനെറ്റിക്സ് ബൈ 1970 ഡോക്ടർ മാക്സ്വെൽ മാൾസിന്റെ 1970 കാലഘട്ടത്തിൽ എഴുതിയ ഒരു ബുക്കുണ്ട്, ദ സൈക്കോ സൈബർനെറ്റിക്സ്. ആ ബുക്കില് ഇതിനെക്കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ അത് വരുമ്പോൾ എങ്ങനെ വെദർ വി ക്യാൻ കൺട്രോൾ ഇറ്റ് ഓർ നോട്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ആ പ്രവർത്തനത്തിൽ മൈൻഡിന് മാത്രമേ പവറുള്ളൂ, നമുക്ക് പവറില്ലേ എന്നുള്ളതിനെ കുറിച്ച് വിശദം സൈബർനെറ്റിക്സ് ഡോക്ടർ മാക്സ്വെൽ മാൾട്ടിന്റെ. അത് ഇപ്പൊ അത് ഞാൻ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ആരോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമസോണിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്, ഓർഡർ ചെയ്താൽ കിട്ടും, അങ്ങനെ ബുക്ക് ഉണ്ട്, അതിന്റെ റീപ്രിന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല്, ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം കൊടുക്കുന്നത്. ഏത് കമ്പ്യൂട്ടർ, എങ്ങനത്തെ കമ്പ്യൂട്ടർ ആയാലും ശരി, വി ഹാവ് ടു ഗിവ് എ പ്രോഗ്രാം. ആ പ്രോഗ്രാം ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നോ അതേ വിധത്തിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം മസ്റ്റ് ബി ഗിവൺ ബൈ ഔട്ട്സൈഡ്. കാരണം പുറത്ത് കമ്പ്യൂട്ടറിന് സ്വന്തം പ്രോഗ്രാം ഒന്നുമില്ല, കമ്പ്യൂട്ടറിന് പ്രോഗ്രാം കൊടുക്കണം. അതേമാതിരിയാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. അവിടെയും എന്താ വേണ്ടത്? പ്രോഗ്രാം കൊടുക്കണം. പ്രോഗ്രാം കൊടുത്ത ആ പ്രോഗ്രാം അനുസരിച്ചിട്ടായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെതായ പ്രോഗ്രാം ഇല്ല. ഇറ്റ് ഹാസ് നോ പ്രോഗ്രാംസ് ഓഫ് ഇറ്റ്സ് ഓൺ പ്രോഗ്രാം ഇല്ല. പിന്നെയോ പ്രോഗ്രാം ഉള്ളത് എന്താണോ നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത് ആ പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ഇമ്മൻസ്ലി പവർഫുൾ ആണ്. അതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല. ഇമ്മൻസ്, നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന്റെ അപ്പുറം പവർഫുൾ ആണ്. ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ വളരെ പവർ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനെക്കാട്ട് പവറാണ് കമ്പ്യൂട്ടർ. അത്രയും മെസ്സേജ് അത്രയും ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ കൊടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ എന്ന് മാത്രമേ. അപ്പൊ കമ്പ്യൂട്ടർ ഹാസ് ഇമ്മൻസ് പവർ ഇല്ല, അത്രയും എന്താ അതിന്റെ പ്രവർത്തന മേഖല വളരെ വലുതാണ്. പക്ഷെ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? പ്രോഗ്രാം കൊടുക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇമ്മൻസ്ലി പവർഫുൾ, just like a computer. A computer is superior to those operators in terms of its number of functions and rapidity. കമ്പ്യൂട്ടറിനെ കുറിച്ച് ആ ബുക്കിൽ പ്രതിപാദിക്കുന്ന അങ്ങനെയാണ്. കമ്പ്യൂട്ടർ is superior to those operators in terms of the number of functions and rapidity. എത്ര വേഗത്തിൽ വേണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാം, അതുപോലെ എത്ര ഫങ്ഷൻസ് വേണമെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്പറേറ്ററിനേക്കാൾ പവർഫുൾ ആണ് കമ്പ്യൂട്ടർ. പക്ഷെ ഓപ്പറേറ്റർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ അത് അനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. ഈവൻ ദോ ഇറ്റ് ഈസ് പവർഫുൾ. സബ് കോൺഷ്യസ് മൈൻഡും അങ്ങനെയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ്സ് എനി സജഷൻസ് ഓർ പ്രോഗ്രാംസ്. എല്ലാ പ്രോഗ്രാംസോ അല്ലെങ്കിൽ സജഷൻസോ അത് ആക്സെപ്റ്റ് ചെയ്യും. അത് അൺക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യില്ല. നമ്മുടെ ഉപബോധ മനസ്സ് നിങ്ങൾ കൊടുക്കുന്ന ഏത് പ്രോഗ്രാമും ഏത് സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യും, അൺക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യില്ല. അത് അങ്ങനെയല്ല, ശരിയല്ല എന്ന് പറയുന്ന ആ സ്വഭാവമൊന്നുമില്ല. പക്ഷെ ലോജിക്കൽ മൈൻഡ്, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ക്രിട്ടിക്കലാണ്. കോൺഷ്യസ് മൈൻഡിനോട് ഇപ്പൊ എനിക്കൊരു ബെൻസ് കാർ എടുക്കണം എന്നൊരു ആഗ്രഹം, ആ ആഗ്രഹം വരുമ്പോ തന്നെ കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുന്നത്? അത് ലോജിക്കൽ മൈൻഡാണ്. നിനക്ക് എന്തിനാ ബെൻസ് കാറിന്റെ വില എന്താണെന്ന് അറിയാം? ബെൻസ് കാർ ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ എത്ര പേർക്കുണ്ടെന്ന് അറിയാം? അത് ചുരുക്കം ചിലവർക്കല്ലേ ആവുള്ളൂ. അതിന്റെ മൈലേജ് വളരെ കുറവല്ലേ? അതിന്റെ പാർട്സ് കിട്ടണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അതിനെല്ലാം പണം നിന്റെ അടുത്തില്ല. അങ്ങനെ 100 കൂട്ടം നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലോജിക്കൽ മൈൻഡ് പറഞ്ഞ് അത് വേണ്ട എന്ന തീരുമാനത്തിൽ എത്തുന്നത് വരെ ഈ ലോജിക്കൽ മൈൻഡ് ഇങ്ങനെയുള്ള സജഷൻസ് പുട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്കത് നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കാൻ പറ്റില്ല. അതിനെ ഞാൻ വിവരിക്കുന്നുണ്ട്. കൊടുത്താൽ അൺക്രിട്ടിക്കലി ഒരു ക്വസ്റ്റ്യനും ചോദിക്കാതെ തന്നെ ആ സജഷൻ അത് ആക്സെപ്റ്റ് ചെയ്യും. പറഞ്ഞു വരുന്നത്, any suggestion or programs, it will accept uncertainty and uncritically. അപ്പോ subconscious mind is infinitely wise and infinitely powerful. അതാണ് നമ്മൾ മനസ്സിലാക്കണം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി, അതിനൊരു കണക്കൊന്നുമില്ല, ഇൻഫിനിറ്റ്ലി വൈസ്, ബുദ്ധിയുള്ളതാണ്, ആൻഡ് ഇൻഫിനിറ്റ്ലി പവർഫുൾ, വെരി പവർഫുൾ. ആ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? നമ്മുടെ വിഷയം എന്നതാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയധികം ബുദ്ധിയുള്ള, ലോകത്തിലെ ഏത് ആശയങ്ങളും നടപ്പിലാക്കി തരാൻ കഴിവുള്ള, അപാര ശക്തിയുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മൾ ഏർപ്പെടുന്ന ബിസിനസ്സിൽ, നമ്മുടെ സർവ്വവിധത്തിലുള്ള പ്രവർത്തന മേഖലയിൽ എങ്ങനെ ഈ സബ് കോൺഷ്യസിനെ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും അധികം ബുദ്ധിശക്തിയുള്ള ഈ സബ് കോൺഷ്യസിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ നമ്മൾ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതാണ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ, വിത്തൗട്ട് എ പ്രോഗ്രാം ഇറ്റ് കനോട്ട് ഡു എനിത്തിങ്. ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം കൊടുത്ത് ആ പ്രോഗ്രാം നമ്മൾ പ്രാവർത്തികമാക്കുന്നത് പോലെ, ഓപ്പറേറ്റ് ചെയ്യുന്നതും വരെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഒരു പ്രോഗ്രാം കൊടുത്തില്ലെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടാക്കാൻ അറിയില്ല. Even though it is wise, even though it is powerful, even though it is immensely powerful, it cannot make a program of its own. അതിൻ്റെതായ ഒരു പ്രോഗ്രാം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, സബ് കോൺഷ്യസിനും അറിയില്ല. ഇവിടെയാണ് നമ്മുടെ പവർ. നമ്മൾ എന്ത് പ്രോഗ്രാം കൊടുക്കുന്നോ ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും അധികം ശക്തിയുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന എന്ത് പ്രോഗ്രാമാണോ ആ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ. ദാറ്റ് ടു അൺക്രിട്ടിക്കലി, ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യൂല. അപ്പൊ ഇത്രയും വലിയൊരു എന്താണ് ഒരു ഉപകരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് നോട്ട് ഉപകരണം, ഇൻവിസിബിൾ ആയിട്ടുള്ള ഉപകരണമാണ്.
അതിനെ യൂസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം എത്തിച്ചേരാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഓർഗനായിട്ട് വേണമെങ്കിൽ പറയാം സബ് കോൺഷ്യസ് മൈൻഡ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ടോട്ടൽ മൈൻഡ്. ടോട്ടൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. ഇത് മൂന്നും കൂടി കൂടിയതാണ് ടോട്ടൽ മൈൻഡ് എന്ന് പറയുന്നത്. അതിന് സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് ഇറ്റ്സ് സോ വളരെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡ്. ഇവിടെയാണ് നമ്മൾ അങ്ങനെ ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു ഉപകരണം നമുക്കുണ്ടായിട്ട് അത് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതിന് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ അറിയില്ല. അത് ആകെ പക്ഷെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലൂടെ, നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിലൂടെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അത് വേണമെങ്കിൽ പ്രാവർത്തികമാക്കാനുള്ള കഴിവ് ഉള്ള ഒരു ഉപകരണമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്യും. ലേബർ റൂമിൽ ഉള്ള സ്മെല്ല് വരെ ആ സബ് കോൺഷ്യസ് മൈൻഡ് ഓർമ്മയുണ്ടാവും. ഒരു ഉദാഹരണം, ഒരു ലേഡി, ഒരു നേഴ്സാണ്. അവര് ഒരു പ്രസവം എടുത്തു. ആ പ്രസവത്തിന് എടുക്കുമ്പോൾ ആദ്യത്തെ കുട്ടി ആദ്യം കാണുന്ന ഈ നേഴ്സിന്റെ മുഖമാണ്. വർഷങ്ങൾക്ക് ശേഷം അതിനു മുമ്പ് അവർ ആ കുട്ടി കണ്ടിട്ടേ ഇല്ല. ഈ ഒരു തവണ കണ്ടിട്ടേ ഉള്ളൂ. അത് ഓർമ്മിക്കാൻ സാധിച്ചു. കാരണം ആ നിമിഷം മുതൽ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഫിഗർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത്രയും പവർഫുൾ ആണ്. ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന ആ സ്മെല്ല് പോലും ഇറ്റ് വിൽ പ്രിന്റ് ഇൻ യുവർ റെക്കോർഡ് റെക്കോർഡ്സ് കോൺഷ്യസ് മൈൻഡ്. അത് ശ്രവണം, പിന്നെയോ ദർശനം, സ്പർശനം, ഘ്രാണം. എന്തൊക്കെയത്? ശ്രവണം നമ്മൾ കേൾക്കുന്നു, ദർശനം നമ്മൾ കാണുന്നു, സ്പർശനം നമ്മൾ ടച്ച് ചെയ്യുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, ആൻഡ് ഘ്രാണം എവറിത്തിങ് പറയും. അങ്ങനെ നിരവധി എന്താണ് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറയാം. മഹാഭാരതത്തിലുള്ള ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സഹോദരി ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെന്നു. അവള് തലോടി തല വെച്ച് ആ സ്റ്റേജിന് മുമ്പ് ഒരു കഥ ഇത് പറയാണ്. ഈ എങ്ങനെയാണ് പത്മവ്യൂഹം സൃഷ്ടിക്കേണ്ടത്, യുദ്ധരംഗത്ത് പത്മവ്യൂഹം ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ പത്മവ്യൂഹത്തിന് അകത്ത് കടക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സുഭദ്ര ഉറങ്ങിപ്പോയി. അപ്പൊ ഇത് ആ ഗർഭിണിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഇതൊക്കെ കേട്ടു. ഇത് പത്മവ്യൂഹം ഉണ്ടാക്കുന്നത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പത്മവ്യൂഹത്തിന് എങ്ങനെ പുറത്തു വരണം. അപ്പോഴേക്കും ഈ സുഭദ്ര ഉറങ്ങിപ്പോയി. എന്തു പറ്റി? ആ ഗർഭഗൃഹത്തിലുള്ള അഭിമന്യു എന്ന പിന്നെ വളർന്നു വന്ന കുട്ടി പത്മവ്യൂഹം മഹാഭാരത യുദ്ധ സമയത്ത് പത്മവ്യൂഹം സൃഷ്ടിച്ച, കൗരവന്മാർ സൃഷ്ടിച്ചതിന്റെ അകത്ത് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം ചെറുപ്പം മുതൽ ഈ ഗർഭസ്ഥ ശിശുവിൽ തന്നെ ഇത് കേട്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതിനകത്ത് പുറത്ത് കടക്കേണ്ട കാര്യം പറയുമ്പോൾ അമ്മ ഉറങ്ങിപ്പോയി, അതറിയില്ല. അതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. അങ്ങനെ ആ അഭിമന്യു എന്ന ആ കുമാരൻ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഒരു സംഭവം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് ഉദാഹരണം ശിശുവിന് പോലും അതിന്റെ ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു എന്നാണ് ആ മഹാഭാരതത്തിലെ കഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ചെറുപ്പത്തിൽ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, പൊട്ടിത്തെറികൾ, ചിലപ്പോ വീട്ടില് ചെറിയ കുട്ടികൾ അച്ഛനും അമ്മയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി വഴക്കടിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കാണും.
സബ് കോൺഷ്യസ് മൈൻഡ് ഇറ്റ് വിൽ പ്രിന്റ് ദയർ, അതത് പ്രിന്റ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി വളർന്നു വന്നൊരു ഒരു പെൺകുട്ടിയാന്ന് ചോദിച്ചോ, അച്ഛനും അമ്മയും വഴക്കണ്ടി നിൽക്കുന്ന, ഇടയ്ക്ക് തിളക്കം വഴക്കണ്ടി ഇത് കാണുന്നുണ്ട്. ഇത് വളർന്നു പഠിച്ചു, വിദ്യാഭ്യാസം കിട്ടി, നല്ല രീതിയിലാണ് പെരുമാറുന്നത്, വിവാഹം കഴിച്ചു കൊടുത്തു. ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞപ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് അവൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു സ്വഭാവം അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. വളരെ ശാന്ത സ്വഭാവം, വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ബിഹേവിയർ, വെരി കൾച്ചേർഡാണ് ബിഹേവിയർ. പക്ഷെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ അജിറ്റേറ്റഡ് മൈൻഡ് ആയിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ അത് എന്തുകൊണ്ട് വന്നു? ചെറുപ്പത്തിലെ ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അല്ലെ വീട്ടുകാരോ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളോ വഴക്കടിക്കുന്ന കാര്യങ്ങളോ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് പ്രിന്റഡ് ദെയർ. നമ്മൾ അറിഞ്ഞോ അറിയാതെ, സ്പോണ്ടേനിയസ് എന്നാ പറഞ്ഞത്, നമ്മൾ അറിയാതെ തന്നെ പൊട്ടിത്തെറിച്ച് ആ ഭർത്താവിന്റെ മുമ്പിലോ ഇവിടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിലോ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം എന്താ? നാച്ചുറലായിട്ട് ഷീസ് വെരി സൈലന്റ്, വെരി ഒബീഡിയൻ, വളരെ വളരെ അഡ്ജസ്റ്റബിൾ ആണ്. ഈവൻ ദെൻ when it is spontaneously reacting to a negative, എന്തുകൊണ്ടാ വെച്ചാൽ ചെറുപ്പത്തിൽ കണ്ട ആ അച്ഛനും അമ്മയും വഴക്കിടുന്നത് അല്ലെ വീട്ടുകാർ തമ്മിൽ വഴക്കിടുന്നത് ഈ കുട്ടിയുടെ മൈൻഡില് സബ് കോൺഷ്യസിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരുന്നത് എപ്പോഴാണ്? സ്പോണ്ടേനിയസ്, അറിയാതെ തന്നെ ടപ്പെന്ന് പുറത്തേക്ക് വരും. ഇതൊക്കെയാണ് മൈൻഡിന്റെ പ്രോസസ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇറ്റ് ഹാസ് റെക്കോർഡ് എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ്. ചില പ്രസ്ഥാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പ്രസ്ഥാനങ്ങൾ ദാരിദ്ര്യത്തിനെ കുറിച്ച് മാത്രമേ പ്രചരിപ്പിക്കുള്ളൂ. ദാരിദ്ര്യത്തിനെ കുറിച്ച് പ്രചരിപ്പിക്കുള്ളൂ. അവർ ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുകയാണ്. ദേ ആർ അട്രാക്ടിങ് പോവർട്ടി, അട്രാക്ടിങ് പോവർട്ടി. പോവർട്ടി, ദാരിദ്ര്യത്തിനെ ക്ഷണിക്കുകയാണ്. കാരണം കണ്ടിന്യൂസ് അവർ ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് അണികളിൽ പറഞ്ഞു കൊടുക്കുന്നത്. ദാരിദ്ര്യത്തെ കുറിച്ച് മാത്രം പറയുള്ളൂ, സമ്പത്തിനെ കുറിച്ച് പറയില്ല, സമ്പന്നനെ കുറിച്ച് പറയില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ആലപ്പുഴ എന്നൊരു വലിയ പട്ടണം ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ഈ ആലപ്പുഴ നമ്മൾ പോകും, മുല്ലക്കൽ അമ്പലത്തിലെ ചെറപ്പം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന, ഒരുപാട് ആൾക്കാർ കച്ചവടം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തില് വാണിജ്യം, എന്താ പറയുന്നത്, എന്തൊരു, എങ്ങനെയാ അത് വിവരിക്കേണ്ടത്, അത്ര വലിയൊരു മഹാമാംഗം തന്നെയായിരുന്നു. എന്താണ് ആ കാലഘട്ടത്തിൽ അവിടെ നിരവധി ബ്രിട്ടീഷ് കമ്പനികൾ, വോൾട്ടാസ്, ബ്രണ്ടൻ കമ്പനി, പിയേഴ്സ് ലെസ്ലി, കാൾടെക്സ് കമ്പനി, അങ്ങനെ നിരവധി കമ്പനികൾ. ആലപ്പുഴയിൽ ഒരു പോർട്ട്, അവിടെ നിന്നാണ് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്തത്. ഇതെല്ലാം ബ്രിട്ടീഷ് കമ്പനികളാണ്. നിരവധി ആളുകൾക്ക് ജോലി ഉണ്ടായിരുന്നു. അവരുടെ പണം എപ്പോഴും ഉണ്ടായിരുന്നു. ഈ പണം എപ്പോഴും അവർ ഫീൽഡിൽ ഇറക്കും. കാരണം ഉത്സവകാലത്ത് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നത് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമല്ലേ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ സമരം 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 ചെയ്ത് ഓരോന്നായിട്ട് കൂട്ടാൻ തുടങ്ങി. വോൾട്ടാസ് കമ്പനി കൂട്ടി, ബ്രണ്ടൻ കമ്പനി കൂട്ടി, പിയേഴ്സ് ലെസ്ലി കൂട്ടി, കാൽടെക്സ് കൂട്ടി. സമരത്തിന്റെ എന്താ പറയണ്ട, അവിടെ പറയണ്ട. പിന്നെ ദാരിദ്ര്യമായി. പിന്നെ അവിടെ ചെന്ന ശ്മശാന മുഖതയാണ്. ഇത് നടന്ന സംഭവമാണ്. എന്റെ ചെറുപ്പകാലം പോലെ ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്, ഞാൻ കണ്ടു വളർന്നൊരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചില പ്രസ്ഥാനങ്ങൾ ദാരിദ്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ വി ആർ അട്രാക്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്, ഇറ്റ് അട്രാക്ട്സ് വാട്ട് യു തിങ്ക്. അപ്പൊ ഇവിടെ നമ്മൾ സമ്പത്തിനെ കുറിച്ച് പറയണം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം കുറച്ച് നമ്മൾ അറിയണം. അങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഓൺലി പിക്ചേഴ്സ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസ് ആൻഡ് പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, വാക്കുകൾ അറിയില്ല.
വാക്കുകൾ ആണ് അറിയാം, നമ്മൾ വാക്കുകൾ പറഞ്ഞു, പക്ഷെ അതിന്റെ പിക്ചർ ഫോമിൽ. ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ, ഹിന്ദിയിൽ എന്താ പറയാ പാനി, ഇംഗ്ലീഷിലോ വാട്ടർ, തമിഴിലോ തണ്ണി, മലയാളത്തിൽ വെള്ളം, കർണാടകത്തിലോ നീരു. ഇതൊന്നും അതിനറിയില്ല. വെള്ളം ഒഴുകുന്നത് കണ്ടാൽ അത് വെള്ളമാണെന്ന് മനസ്സിലാവും. പക്ഷെ പിക്ചർ ഫോമിന് അറിയാൻ പറ്റും. അപ്പൊ പിക്ചർ ഫോമിൽ വേണം നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻ വേണം സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആണെന്ന് പറഞ്ഞല്ലോ, ഇമ്മൻസ്ലി പവർഫുൾ, ഇമ്മൻസ്ലി പവർഫുൾ, ഇമ്മൻസ്ലി പവർഫുൾ, ഇമ്മൻസ്ലി വൈസ്. എന്ത് ചോദിച്ചാലും തരും, എന്ത് ചോദിച്ചാലും തരും. അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഓർഗൻ നമുക്കുണ്ട്. ഓർഗൻ എന്ന് പറയുന്നില്ല ഞാൻ, എന്നാലും ഇൻവിസിബിൾ ഓർഗൻ, വി ക്യാൻ സേ ഇൻവിസിബിൾ ഓർഗൻ. അത് പിക്ചർ ഫോമിൽ കൊടുക്കണം. ഒരു ഉദാഹരണം കൂടി പറയാം. അതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷാരൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് വരുന്നത്. യു പിക്ചറൈസ്, പിക്ചറൈസ് ചെയ്യാൻ പറയുന്നില്ലേ? എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ചിത്രം വരച്ച് മുറിയിൽ ഒട്ടിച്ചു വെച്ച് ദിവസം കാണുക എന്നൊക്കെ പറയുന്നില്ലേ? ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ലേഡി, അവർ ഗർഭിണിയായി. അവര് അന്ന് മുതൽ ഗർഭിണിയായി കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്താ വെച്ചാൽ, അവർക്ക് ആഗ്രഹമുള്ള ഒരു കുട്ടിയുടെ ഒരു ചിത്രം, ഒരു ആൺകുട്ടിയുടെ ചിത്രം, നല്ല ചുരുണ്ട മുടിയുള്ള ഒരു ആൺകുട്ടിയുടെ ചിത്രം ഇവർ കിടക്കുന്ന ബെഡ്റൂമിൽ ഒട്ടിച്ചു വെച്ചു. അവർ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ കുട്ടിയുടെ ചിത്രം കാണും. ആ ചിത്രത്തിൽ തന്നെ അവരിങ്ങനെ നോക്കിയിരിക്കും. അതേമാതിരി ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. 9 മാസം കഴിഞ്ഞു അവർ പ്രസവിച്ചു. പ്രസവിച്ചപ്പോ ആ ചിത്രത്തിൽ കണ്ട അതേ രൂപത്തിലുള്ള ഒരു ആൺകുട്ടി, ചുരുണ്ട മുടിയായിട്ട് ഒരു കുട്ടി അവർക്ക് ജനിച്ചു. അത്ഭുതം എന്താന്ന് വെച്ചാൽ, അത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ ചോദിച്ച ചിത്രത്തിലുള്ള അതേ രൂപത്തിലുള്ള കുട്ടി എനിക്ക് ജനിക്കണമെങ്കിൽ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ വണ്ടർ. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ കഴുത്തില് ഒരു കറുത്ത പാടുണ്ടായിരുന്നു ഈ ചിത്രത്തില്. ആ ഒട്ടിച്ചു വെച്ച ചിത്രത്തില് ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു കറുത്ത പാടുണ്ടായിരുന്നു. അതേ പാട് ഈ ജനിച്ച കുട്ടിയുടെ കഴുത്തിലും ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം പവർഫുൾ ആണ് പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്നാണ്. ജ്യോതിഷാർ പറയില്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ യു പിക്ചറൈസ് ഇറ്റ്, പിക്ചറൈസ് ചെയ്യുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാവുന്ന ഒന്നേ ഉള്ളൂ, പിക്ചർ ഫോം, വേറൊന്നും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഇമോഷൻ ആയിരിക്കും, വൈകാരികമായിട്ട്. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയാറില്ല, നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയും കരഞ്ഞു പ്രാർത്ഥിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് ഇമോഷൻ ഉണ്ടാകുന്നത്, ഈ വൈബ്രേഷൻ. ദാറ്റ്സ് എ വൈബ്രേഷൻ, ലോ ഓഫ് വൈബ്രേഷനിൽ വരും ഇമോഷൻ. ഇമോഷൻ എന്താണ്? ആ വൈകാരികമായിട്ടുള്ള ആ പ്രയറാണ് എഫക്റ്റീവ് ആകുന്നത്. അവിടെ പോയി സലാം പറഞ്ഞു വരുന്ന ഞാൻ അവിടെ പ്രാർത്ഥിച്ചെന്ന് ഇറ്റ് വിൽ നോട്ട് എഫക്ട്, ഇറ്റ് വിൽ നോട്ട് ഗിവ് എനി റിസൾട്ട്. പലരും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയാ അവിടെ പോയിട്ട് എന്താ ഒന്നും കിട്ടില്ല. പക്ഷെ ക്യാൻ യു ഇമോഷണലൈസ് യുവർ പ്രയർ? വൈകാരികമായിട്ട് അത് ഇമോഷണലൈസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ കം ടു എക്സിസ്റ്റൻസ്. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. അപ്പൊ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്, തുടർച്ചയായി ചിന്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമായി പ്രിന്റ് ചെയ്യും. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കും. വല്ലപ്പോഴും പറഞ്ഞാൽ പോരാ, continuously you have to give suggestions to subconscious mind. Continuous. ഉദാഹരണത്തിന് ഞാൻ പ്രോഗ്രാം ഡയറക്ടറാണ്, എനിക്ക് സാഹചര്യമൊന്നുമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് can you give suggestions to the subconscious mind that I will be crown director? ടൈം ഫ്രെയിം ഉണ്ട്. ഈ സമയത്തുള്ളിൽ ഞാൻ ആവും അല്ലെങ്കിൽ സബ് കോൺഷ്യസിന് വേർന്നും കൂടിയുണ്ട്. പ്രസന്റ് അറിയുള്ളൂ, പാസ്റ്റ് അറിയില്ല, ഫ്യൂച്ചർ അറിയില്ല. പ്രസന്റ് അറിയാം,
ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഞാൻ ക്രൗണായി 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 ഞാൻ ക്രൗണാണ് അല്ലെ ക്രൗണാണ് 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 കണ്ടിന്യൂസ് 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 നിങ്ങൾ പറയാമോ? ഓട്ടോമാറ്റിക്കലി the subconscious mind create the conducive atmosphere which is needed to you to become a crown. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ക്രൗൺ ആവുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ the circumstances will create. ആര് ക്രിയേറ്റ് ചെയ്യും? The subconscious mind will create it because subconscious has power link with the superconscious mind. പ്രപഞ്ച മനസ്സുമായിട്ട് ലിങ്ക് ഉള്ളത് ഈ സബ്കോൺഷ്യസ് മൈൻഡാണ്, കോൺഷ്യസ് മൈൻഡിനല്ല. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ പ്രോഗ്രാം. ആ പ്രോഗ്രാം സാധിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സബ്കോൺഷ്യസ് മൈൻഡാണ്. അത് ചെയ്യും. അപ്പൊ ഞാനൊരു ക്രൗണായി പ്രസന്റിൽ പറയണം. എന്നാ ഞാൻ ക്രൗണാണ് അനുഭവം പലപ്പോഴും തോന്നുന്നു അതൊരു വിഡ്ഢിത്തരം ആയിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ പറയണം. പക്ഷെ അതങ്ങനെ പറയണം. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി സേ ദാറ്റ് ഐ വിൽ ബി എ ക്രൗൺ ഇൻവെസ്റ്റ്, ഐ ആം എ ക്രൗൺ ഇൻവെസ്റ്റ്. ക്രൗൺ ആയി കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് എല്ലാ വിധത്തിലുള്ള ഹൗസ് ഫണ്ട് കിട്ടും, ട്രാവൽ ഫണ്ട് കിട്ടും, അതുപോലെ കാർ ഫണ്ട് കിട്ടും, LOB കിട്ടും. വി വിൽ ബി ഹാപ്പി. ഇൻകം വരും, പാസീവ് ഇൻകം വരും. അപ്പൊ ഇത് കണ്ട് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഉടമയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല? ഞാൻ യൂസ് ചെയ്യട്ടെ. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കോൺഷ്യസ് മൈൻഡ് ഞാൻ യൂസ് ചെയ്യണത്. ഇനി ഇപ്പൊ ഞാൻ ഒരു ഇഷ്യൂ ഞാൻ പറയാം. ഇന്നലെ മുതൽ ഒരു പുതിയ സജഷൻസ് മാർക്കറ്റ്, ഒരു കോമ്പൻസേഷൻ പ്ലാൻ കമ്പനി പ്രഖ്യാപിച്ചു. പലരും അത് കണ്ടതിന് ശേഷം അതിലുള്ള നെഗറ്റീവ്സ് മാത്രം കാണുന്ന നിരവധി ആൾക്കാർ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ മിക്സഡ് ആണ്. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, രണ്ടും ഉണ്ടല്ലോ. നിങ്ങൾ അത് ശരിക്കൊന്ന് പഠിച്ചാൽ അറിയാം. It has so many positive things in that suggestion, in that market compensation plan. And of course, some negatives also are there. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പോസിറ്റീവ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ട് അതിനെക്കുറിച്ച് സബ് കോൺഷ്യസ് മൈൻഡോട് നമ്മളിങ്ങനെ അതിനെക്കുറിച്ചോ എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു PVക്ക് 18 PV കിട്ടിയിരുന്ന സാധ്യത ഇപ്പൊ പുതിയ പ്ലാനില് ഒരു PVക്ക് 20 PV കിട്ടുന്നു. വാ ഫാന്റാസ്റ്റിക്. അപ്പൊ നമ്മുടെ വരുമാനം കൂടുമല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ കിട്ടുന്നുള്ള ഉറപ്പല്ലേ? യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ആ പോസിറ്റീവ്നെസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ട് സബ് കോൺഷ്യസ്ലി കൊടുക്കുക. നിങ്ങളുടെ വരുമാനം കൂടും, യാതൊരു സംശയം. ചിലർ ചോദിക്കും 150 ആക്കിയില്ലേ ഇപ്പൊ? എന്താ കൺസിസ്റ്റൻസി? 150 നേരത്തെ 60ഉം 100ഉം ഉണ്ടായിരുന്നു, 150 ആയി. 150 ആയാൽ എന്താ? അഞ്ചാമത്തെ മാസം നമുക്ക് കിട്ടുന്ന 5000 രൂപ MRP വിലയുള്ള പ്രോഡക്ട്സ് 4200 രൂപ DP പ്രൈസിലുള്ള സാധനം നമ്മൾ കിട്ടുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്നത് 10% പ്രോഡക്റ്റ് കിട്ടുന്നില്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ 150 ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ താഴെയുള്ളവർ ആക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ മുകളിലുള്ളവർ ആക്സെപ്റ്റ് ചെയ്യും. ബിസിനസിന്റെ വോള്യൂം കൂടും. ബിസിനസിന്റെ വോള്യൂം കൂടുമ്പോൾ നമ്മുടെ കിട്ടുന്ന റേഷ്യോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ബോണസിന്റെ ആയാലും ശരി, LOB ആയാലും ശരി, അതുപോലുള്ള എല്ലാ മേഖലയിലുള്ള വർധനം ഉണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് നമ്മൾ നെഗറ്റീവ്സ് മാത്രം കണ്ട് നമ്മുടെ കോൺഷ്യസ് നെഗറ്റീവ്, യു വിൽ അട്രാക്ട് ഓൺലി നെഗറ്റീവ് തിങ്സ്. അതിന്റെ അർത്ഥം എന്താ? യുവർ ബിസിനസ് വിൽ ഗോ ഡൗൺ. നിങ്ങളുടെ ബിസിനസ് ഡൗണിലോട്ടോ. അതിന് കാരണക്കാരനാരാ? നമ്മൾ തന്നെ. നമ്മുടെ ബിസിനസ് കുറഞ്ഞു വരുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? നമുക്ക് തന്നെ. കാരണം നമ്മുടെ ചിന്തകൾ, എവറിത്തിങ് ഈസ് എനർജി. എവറിത്തിങ് ഈസ് എനർജി. ലൈഫ് ഫുൾഫിൽമെന്റ് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ലൈഫ് ഫുൾഫിൽമെന്റിന് വേണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ അത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? ബിക്കോസ് വി ഡു നോട്ട് നോ.
how to use it, whether such a powerful organism is having it to me എന്ന് ഞാൻ അറിയുന്നില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ അത് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, അതിന്റെ മെക്കാനിസം അറിയില്ല, അതിന്റെ ഫങ്ഷൻ അറിയില്ല, അതെന്തൊക്കെ തരുന്നു ഞാൻ വിശ്വസിക്കില്ല. യു ഡു നോട്ട് ഹാവ് ബിലീവ്. നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല, നിങ്ങൾ കിട്ടുന്നുള്ള വിശ്വസിക്കുന്നില്ല, പിന്നെ എങ്ങനെ? അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന ഞാൻ അധികം നീട്ടുന്നില്ല. എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഫുൾഫിൽ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ? മറ്റുള്ളവരിൽ എന്നിലോട്ട് ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ സന്തോഷവാനും പോസിറ്റീവ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു കാന്തത്തെ പോലെ മറ്റുള്ളവർ എന്നിലോട്ട് ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ നേടുന്നതിന് പ്രപഞ്ചശക്തി നമുക്ക് ഒരു ഉപകരണം തന്നിട്ടുണ്ട്, അതിന്റെ പേരാണ് മനസ്സെന്നത്. ഇതൊക്കെ നമുക്ക് നേടാം, അതിനുള്ള ഉപകരണമാണ് മനസ്സെന്നത്. പക്ഷെ സംഭവിക്കുന്നത് എന്താ? സംഭവിക്കുന്ന ഈ മനസ്സ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിന്റെ യജമാനൻ നിങ്ങളായി തീരണമെന്നാണ്. ഈ മനസ്സിന്റെ ഓർമ്മ നിങ്ങളാവണം. പക്ഷെ സംഭവിക്കുന്നത് എന്താ? ഈ മനസ്സ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റി നമ്മൾ മനസ്സിന്റെ യജമാനായാൽ എന്തും നമുക്ക് നേടിയെടുക്കാം, എന്തും നേടിയെടുക്കാം. അത്രയും പവർഫുൾ ഒരു ഓർഗൻ, ഇൻവിസിബിൾ ഓർഗൻ യു ഹാവ്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഹാസ്. എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ കാണേണ്ട അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്സ് കാണുക. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സജഷൻസ് കൊടുക്കാണോ? നെഗറ്റീവ്സ് കൊടുത്താൽ കിട്ടൂല, വരില്ല. നെഗറ്റീവേ വരുള്ളൂ. കാരണം ലോ ഓഫ് അട്രാക്ഷൻ അട്രാക്ട്സ് ഓൺലി വാട്ട് എവർ ദ തിങ്സ് യു ആർ ഗിവിംഗ്, ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ്. ആ പ്രപഞ്ച നിയമത്തിന്റെ ഭാഗം. ഇതൊക്കെ പ്രപഞ്ച നിയമങ്ങളാണ്. നമ്മളാരും ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയ നിയമമല്ല. ഈ പ്രപഞ്ച നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾക്ക് കിട്ടിയ ഈ ഉപകരണത്തിനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ, ഏത് മേഖലയിൽ ഉപയോഗിച്ചാലും യു വിൽ ബി സക്സസ്ഫുൾ. യു വിൽ ബി സക്സസ്ഫുൾ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അൺഡൗട്ടഡ്ലി യു വിൽ ബി സക്സസ്ഫുൾ. അപ്പൊ നമ്മളിപ്പോ ഏർപ്പെട്ടിരിക്കുന്ന ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ യു വിൽ ബി വെരി 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 സക്സസ്ഫുൾ ആയിത്തീരുന്നു. ഒരു 5 ലക്ഷം, ഇപ്പൊ തന്നെ നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ഒരു സജഷൻ ഉള്ളു. ഈ I2I പ്ലാൻ ചെയ്തെന്താ 5 ലക്ഷം രൂപ മാസം എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് അല്ലെ പറയുന്നത്. 5 ലക്ഷം രൂപ അതിനുള്ള ഒരു സജഷൻ I2I പ്രോഗ്രാം 10-20 സ്ഥലത്ത് നടന്നില്ലേ? ഈ 5 ലക്ഷം രൂപ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫിസിക്കലായിട്ട് മാത്രം വർക്ക് ചെയ്തത്. മെന്റൽ പവർ ഓൾസോ വി ഹാവ് ടു യൂസ്. യു യൂസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് by giving suggestion as I will also get 5 lakhs and believe. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചാൽ of course that will come to you. നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും, അനുഭവിക്കാൻ സാധിക്കും. The subconscious mind will create the conducive atmosphere for the manifestation of whatever your suggestions you give. എന്ത് സജഷൻസ് ആണോ നിങ്ങൾ സബ് കോൺഷ്യസിൽ കൊടുക്കുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാം കൺഡ്യൂസീവ് എൻവയറമെന്റ്, അനുകൂലമായിട്ടുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. സമയം വൈകി. ഏതായാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോം thank you very much. Okay താങ്ക് യു ബാലു സർ. ഞങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ബ്രെയിൻ ഫുഡാണ് ഞങ്ങൾക്ക് തന്നത്. കാരണം മൈൻഡിനെ എങ്ങനെ ഒരാൾക്കൊരു അവനവന്റെ മൈൻഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്ന ബാലു സാറിന് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാം. അതേപോലെ തന്നെ ബാലു സാറിനുള്ള നന്ദി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കാം. സാറ് നല്ല രീതിയിൽ തന്നെ ഓരോ മൈൻഡ് ഏതൊക്കെ രീതിയിൽ, കോൺഷ്യസ് മൈൻഡ് ആയിക്കോട്ടെ, സബ് കോൺഷ്യസ് മൈൻഡ് ആയിക്കോട്ടെ, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മുടെ ഓരോ വേളകളിൽ നമ്മളിൽ ഇടപെടുന്നു എന്നൊക്കെ സാറ് നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പം സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു MC ചെയ്യാൻ എനിക്ക്
അവസരം ഒരുക്കി തന്ന എൻ്റെ എല്ലാ ലീഡേഴ്സിനും ഒരുപാട് നന്ദി പറയുന്നു. വിന്നിംഗ് ടീമിലെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.